നമസ്കാരം. ഇപ്പോഴിതാ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പിന്നാലെ ഹൈക്കോടതി നോട്ടീസും അയച്ചു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തിരക്കുള്ള ഒരു MP-യാണ് പ്രിയങ്ക ഗാന്ധി. കാരണം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം വയനാട്ടിലാണ്. പക്ഷേ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ നിലമ്പൂരിലേക്ക് അവർ വന്നിട്ടില്ല എന്ന് പലരും പറഞ്ഞു പരത്തുന്നുണ്ട്. അതെന്തുമാകട്ടെ, ഇപ്പോൾ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ പ്രിയങ്ക ഗാന്ധി MP-ക്ക് ഹൈക്കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ ഇട്ട നിലയിൽ തോറ്റു തൊപ്പിയിട്ട BJP-യുടെ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എന്തിൻ്റെ സൂക്കേടാണെന്ന് അറിയില്ല. ഒന്ന് തോറ്റുവെന്ന് വിചാരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ച് അവരെ അങ്ങ് മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. ഏതായാലും നവ്യ ഹരിദാസിൻ്റെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് K. ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഹർജിയിൽ 2 മാസത്തിനുള്ളിൽ മറുപടി നൽകാനാണ് പ്രിയങ്കയോട് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തുതന്നെ ആയാലും തെരഞ്ഞെടുപ്പ് ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഓഗസ്റ്റിൽ വീണ്ടും പരിഗണിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി ഈ രാജ്യത്തുടനീളം ശ്രദ്ധിക്കപ്പെടുകയാണ്. കാരണം ഒരു പണിയും എടുക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാവുന്ന മറ്റൊരു മണ്ഡലവും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ വയനാടല്ലാതെ വേറെയില്ല. അമേഠിയിൽ തോൽക്കുമ്പോഴും ജയിപ്പിച്ചത് ഈ വയനാടാണ് എന്ന് നമ്മൾ ആരും മറന്നിട്ടുമില്ല. അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ കണ്ട ജാഗ്രതാക്കുറവ് അത് പത്രികാ സമർപ്പണത്തിലും ഉണ്ടായോ എന്നതാണ് ഇപ്പോൾ പ്രധാന സംശയം. അതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യുന്ന ഹർജിയിലും ഒപ്പം ഹൈക്കോടതിയുടെ ഈ ഒരു നോട്ടീസിലും വരെ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും വലിയ ആവശ്യമാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ഇപ്പോൾ അവരുടെ പ്രധാന ആവശ്യം. ഇതിൽ പ്രധാനമായിട്ടും അവർ പറയുന്ന സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെയും അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അടക്കം ബന്ധുക്കളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് അവരുടെ വാദം. ആസ്തി വിവരങ്ങൾ അടങ്ങുന്ന സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എന്ന് ആരോപിച്ചാണ് ഹർജി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുപോലെ നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തിയിട്ടില്ല എന്നും ഇതിൽ പറയുന്നുണ്ട്. ഭർത്താവ് റോബർട്ട് വാദ്രയാണെങ്കിലെല്ലാം അനധികൃത കേസിലും സംശയത്തിൻ്റെ നിഴലിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയൊക്കെ തന്നെ ലംഘനമാണെന്നും അതുകൊണ്ട് തന്നെ ഹർജിയിൽ പ്രാഥമിക വാദത്തിന് ശേഷമാണ് നോട്ടീസ് ഉത്തരവായത് എന്നതുമാണ് ശ്രദ്ധേയം. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ഈ ഒരു കോടതി ഇടപെടൽ തടസ്സമാകുമോ എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.